ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹ ആരാകുന്നു എന്ന ചോദ്യത്തിന് മുമ്പിൽ ഒരുപാട് ഉത്തരങ്ങളുണ്ട്. അവൻ ദൈവമാണ്, ദൈവപുത്രനാണ്, പരിശുദ്ധത്തിൽ രണ്ടാം ആളായ ദൈവമാണ്, അവൻ ഇടയനാണ്. അതൊക്കെ ശരിയാണ്. അതേസമയം ഒരു പ്രത്യേക ചോദ്യം ചോദിക്കുകയാണ് ഇവിടെ. ഈശോ പുരോഗമനവാദിയാണോ പാരമ്പര്യവാദിയാണോ? ഞാൻ പറയും ഈശോ പാരമ്പര്യവാദിയാണ്. അല്ല, ഈശോ പുരോഗമനവാദിയാണ്. അതെങ്ങനെ? ഏതെങ്കിലും ഒന്നല്ലേ ആവാൻ പറ്റുള്ളൂ. രണ്ടും യോജിപ്പിച്ചുകൊണ്ട് ഞാൻ പറയും, കർത്താവ് ഈശോ മിശിഹ പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അതിലെ തെറ്റുകൾ തിരുത്തുന്ന പുരോഗമനവാദിയാണ്. ഈശോ പുരോഗമനവാദിയാണ്, പക്ഷേ പാരമ്പര്യങ്ങളെ അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല. പാരമ്പര്യങ്ങളിലെ തെറ്റുകൾ അല്ലെങ്കിൽ പാരമ്പര്യങ്ങളിലുള്ളതായ തെറ്റായ ചിന്താഗതികളെ തിരുത്തിക്കൊണ്ട് പുരോഗമനപരമായ പഠനം നൽകുന്നു. ഇതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം വിവാഹ മോചനത്തെക്കുറിച്ചാണ്. അപ്പസ്തോലന്മാർ പോലും വന്ന് ഈശോയോട് വിവാഹമോചനത്തെക്കുറിച്ച് വാദിച്ചു. ഇന്ന് വിവാഹമോചനം ഇപ്പോഴത്തെ ഫാഷനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അന്നും ഇത് ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല. ആധുനിക ലോകത്തിന്റെ ഒരു പ്രത്യേകതയൊന്നുമല്ല വിവാഹമോചനം എന്നൊക്കെ പറയുന്നത്. അന്നും ശിഷ്യന്മാർ പോലും അപ്പസ്തോലന്മാർ പോലും അങ്ങനെ ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈശോയോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ആദ്യം മുതൽ അങ്ങനെ ആയിരുന്നില്ല. ഈശോ അസൽ പാരമ്പര്യവാദിയാണ്. നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം മോശ അനുവദിച്ചതേ ഉള്ളൂ. അതെ, ഒരു പരിധിവരെ മോശ പോലും പുരോഗമനം എന്ന് പറയുന്ന അന്നത്തെ ആ ചിന്താഗതിയോട് യോജിച്ചു പോയി. പക്ഷെ ഈശോ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പറയുകയാണ്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താൻ പാടില്ല. അതാ ഞാൻ പറഞ്ഞത്. ഈശോ പാരമ്പര്യവാദിയാണോ പുരോഗമനവാദിയാണോ എന്ന് ചോദിച്ചാൽ, ഈശോ പാരമ്പര്യങ്ങളിലെ തെറ്റായ ചിന്താഗതികളെയും തെറ്റുകളെയും തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പുരോഗമനവാദിയാണ്. അല്ലാതെ ഇന്ന് ഇഷ്ടം പോലെ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന പുരോഗമനവാദികൾ എന്ന് പറയുന്നവർ ഈശോയെ പുരോഗമനവാദിയാക്കി മുദ്രകുത്തി തന്നിഷ്ടം പോലെ പോകേണ്ട കാര്യമൊന്നും ഇല്ല. ഒരർത്ഥത്തിൽ ഞാൻ പറയും, ഈശോ അക്ഷരാർത്ഥത്തിൽ തെറ്റുകളെ തിരുത്തുന്ന ഒരു പാരമ്പര്യവാദിയാണ്. സീസറിന് നികുതി കൊടുക്കണമോ വേണ്ടയോ? ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഈശോ പറയുന്ന ഉത്തരവ് എന്താണ്? അന്നത്തെ വിപ്ലവകാരികൾ പറയുക, സീസറിന് നികുതി കൊടുക്കാൻ പാടില്ല. ആ ഒരു ചിന്താഗതിയുടെ മുമ്പിൽ ഈശോ എന്താ പറയുന്നത്? ഒരു നാണയം എടുത്ത് കാണിച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കണം. ഇവിടെ ഈശോ പാരമ്പര്യവാദിയാണോ പുരോഗമനവാദിയാണോ? ശരിയായ കാര്യം നടക്കണം. ഏതാണ് ശരി, ഏതാണ് സത്യം, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അല്ലാതെ പാരമ്പര്യമാണ് പുരോഗമനമാണ്, ചിലത് പാരമ്പര്യമാണെന്ന് തള്ളിപ്പറയുക, പുരോഗമനമാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുക, അതല്ല വേണ്ടത്. പാരമ്പര്യമാണെങ്കിലും പുരോഗമനമാണെങ്കിലും അത് യാഥാർത്ഥ്യമാണോ, അത് സത്യമാണോ, അത് നീതിയാണോ? അതാ ഈശോ പറഞ്ഞത്. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും. അതുകൊണ്ട് ഞാൻ പറയും, ഈശോ ആരാണ്? സത്യത്തിനും നീതിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പാരമ്പര്യങ്ങളെ വിശുദ്ധീകരിക്കുന്ന പുരോഗമനവാദിയാണ് എന്നുള്ളതാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, പാരമ്പര്യങ്ങളിലെ തെറ്റുകളെ വിശുദ്ധീകരിച്ച് പാരമ്പര്യങ്ങൾക്ക് പുതിയ ഉണർവ് നൽകുന്ന, പുതിയ അർത്ഥം നൽകുന്ന പുരോഗമനവാദിയാണ്. ഉദാഹരണങ്ങൾ പറയുമ്പോൾ, യഹൂദ പാരമ്പര്യമനുസരിച്ച് 12 ഗോത്രങ്ങളുണ്ടായിരുന്നു. ആ 12 ഗോത്രങ്ങൾക്ക് പകരം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ ഇതാ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അവിടെ പാരമ്പര്യം അക്ഷരാർത്ഥത്തിൽ തുടരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിനൊരു പുതിയൊരു അർത്ഥം കൊടുക്കുകയാണ്, പുതിയൊരു മാനം കൊടുക്കുകയാണ്. അല്ലാതെ പാരമ്പര്യത്തെ അതുവഴി തള്ളിക്കളയുകയല്ല ഈശോ ചെയ്യുന്നത്.
അതുപോലെ ദൈവശാസ്ത്ര പഠനങ്ങളിലേക്ക് വരുമ്പോൾ ഈശോ മിശിഹായുടെ പല പഠനങ്ങളും പാരമ്പര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണെന്ന് പഠിപ്പിക്കാൻ ഈശോ പാരമ്പര്യത്തിലുള്ള മന്നായിലേക്കാണ് പോയത്. നിങ്ങളുടെ പൂർവികർ മന്ന ഭക്ഷിച്ച് മരിച്ചു, പക്ഷെ ഞാൻ നൽകുന്ന അപ്പം ഭക്ഷിച്ചാൽ മരിക്കുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. അപ്പോൾ യഹൂദ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ മുന്നോട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അതുപോലെ മരുഭൂമിയിലെ ഇസ്രായേൽ ജനം മന്നായെക്കുറിച്ച് ഈ വിലകെട്ട അപ്പം തിന്ന് മടുത്തുവെന്ന് പെറുപിറുത്തപ്പോൾ സംഖ്യയുടെ പുസ്തകത്തിലെ 22-ാമത്തെ അധ്യായത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. വിലകെട്ട അപ്പം തിന്ന് മടുത്തു എന്ന് മന്നായെക്കുറിച്ച് പെറുപിറുത്തപ്പോൾ ദൈവം അവരെ കഠിനമായിട്ട് ശിക്ഷിച്ചു, ആഗ്നേയ സർപ്പങ്ങളെ അയച്ചുകൊണ്ട്. മോശ പ്രാർത്ഥിച്ചു, ജനം മരിച്ചു വീഴുന്നത് കണ്ടതുകൊണ്ട്. അപ്പൊ ദൈവം മോശയോട് പറഞ്ഞു, നീ പിത്തള സർപ്പത്തെ ഉയർത്തുക, ആ സർപ്പത്തിലേക്ക് നോക്കുന്നവർക്ക് സൗഖ്യം കിട്ടും, അവർ മരിക്കുകയില്ല. മോശ അത് ചെയ്തു. ഈശോ അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ തന്നെ, ഞാൻ ആകുന്നവനാകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും മനുഷ്യപുത്രൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ. അപ്പോൾ പരമ്പരാഗതമായ മൂല്യത്തിന് ഇതാ ഒരു പുതിയ മൂല്യബോധം ഈശോ നൽകിക്കൊണ്ട് ഇവിടെ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുപോലെ പരമ്പരാഗതമായി സിനഗോഗിൽ പോയി പ്രാർത്ഥിക്കുക ഈശോ ചെയ്തിരുന്നു. സിനഗോഗിലാണ് അവൻ പോയിരുന്നത്. പതിവ് പോലെ അവൻ സിനഗോഗിൽ വന്നു എന്നാണ് ലോകാസുവിശേഷകൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ പതിവ് പോലെ സിനഗോഗിൽ പോകുക എന്ന പാരമ്പര്യത്തെ ഈശോ ജീവിച്ച വ്യക്തിയാണ്. അത് ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പള്ളിയിൽ പോയിട്ട് എന്ത് കിട്ടാനാണെന്ന് പലരും ചോദിക്കും. അത് പുരോഗമന ചിന്താഗതിയാണ്. പക്ഷെ പാരമ്പര്യവാദിയായ ഈശോ സിനഗോഗിൽ എന്നും പോയിരുന്നു, പഠിപ്പിച്ചിരുന്നു. പോരാ, അവൻ ജെറുസലേം ദേവാലയത്തിലേക്ക് പോയിരുന്നു. എല്ലാ തിരുനാളുകൾക്കും പോയിരുന്നു. അത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഇന്ന് പുരോഗമനവാദികളായിട്ടുള്ള പലരും എന്തിന് പള്ളിയിൽ പോകുന്നു, എന്തിന് തിരുനാളുകൾ നടത്തുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഈശോ എല്ലാ തിരുനാളുകൾക്കും പോയിരുന്നു. പക്ഷേ ഈശോ തിരുനാളുകൾക്ക് പോയി അതിൻ്റെയൊക്കെ പുതിയ പഠനങ്ങൾ കൊടുത്തു, പഠിപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പുതിയ കാഴ്ചപ്പാടുകൾ നൽകിയ പുരോഗമനവാദിയായിരുന്നു ഈശോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എങ്ങനെയാണ്? പെസഹ ആഘോഷം എന്ന പാരമ്പര്യത്തിന് പുതിയ അർത്ഥം നൽകിക്കൊണ്ടാണ്. പെസഹ ആഘോഷത്തില് കുടുംബാംഗങ്ങൾ ഉണ്ടായിരിക്കണം, ഒരുമിച്ചുണ്ടാകണം. ഇവിടെ ഈശോ ചെയ്തത് എന്താ? അതിലല്പം മാറ്റം വരുത്തി. ഇതാ പുതിയ കുടുംബത്തിന്റെ കൂട്ടായ്മയ്ക്ക് ഇതാ ഇവിടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് 12 അപ്പസ്തോലന്മാരെ മാത്രം ഇരുത്തിക്കൊണ്ട് ഈശോ പെസഹ ആഘോഷിച്ചു. അപ്പോൾ അവിടെ ഒരു തുടർച്ചയും കാണാം, അവിടെ ഒരു വളർച്ചയും കാണാം. അതുകൊണ്ടാണ് പറയുക, പാരമ്പര്യത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് പുതിയ അർത്ഥങ്ങൾ നൽകിയ പുരോഗമനവാദിയാണ് ഈശോ മിശിഹ എന്ന്. ആ പെസഹ ആഘോഷത്തിൽ കുഞ്ഞാടില്ലായിരുന്നു. കാരണം ഈശോയാണ് കുഞ്ഞാട്. ഇതാ അവിടെ പുതിയ അർത്ഥം കൊടുക്കുകയാണ്. ആ പെസഹായിലും പരസ്പര ശുശ്രൂഷയുടെ അർത്ഥം കൊടുത്തു, കാല് കഴുകിക്കൊണ്ട്. അപ്പോൾ ഈശോ മിശിഹ അക്ഷരാർത്ഥത്തിലെ പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് സഭയ്ക്ക് ജന്മം നൽകിയ വ്യക്തിയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അബ്രാഹത്തിലൂടെ ജന്മം നൽകിയ ഇസ്രായേൽ ജനത്തെ തൻ്റെ ആദ്യ ജാതനായിട്ട് ഈശോ ദൈവം രൂപപ്പെടുത്തി. അതുകൊണ്ടാണ് മോശ പലപ്പോഴും ഫറവോയുടെ അടുക്കൽ പോകുമ്പോൾ പറയുന്നത്, എൻ്റെ ആദ്യജാതെ എന്നെ ആരാധിക്കാനായിട്ട്, എൻ്റെ ആദ്യജാതൻ എനിക്കായിട്ട് ബലിയർപ്പിക്കാനായിട്ട് അവരെ സ്വതന്ത്രരാക്കണം. അവിടെ ദൈവം ഒരു ആരാധനാ സമൂഹത്തിന് രൂപം നൽകുകയായിരുന്നു.
അതിൻ്റെ പൂർണ്ണതയാണ് തിരുസഭ. ആ തിരുസഭയുടെ അടിസ്ഥാനമായിട്ട് ഇതാ അപ്പസ്തോലന്മാരെ മാത്രം ഇരുത്തിക്കൊണ്ട് പെസഹ ആഘോഷിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. എന്നാൽ ഒരു വളർച്ച നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. പെന്തക്കോസ്തായി അവിടെ ശിഷ്യന്മാരും ഭക്ത സ്ത്രീകളും പരിശുദ്ധ അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ വളർച്ചയുണ്ട്. പക്ഷേ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ജനം ആയിരുന്നുവെങ്കിൽ ആ മഹത്തായ പാരമ്പര്യത്തെ ഈശോ ദൈവം കളഞ്ഞിട്ടില്ല. തിരുസഭയിലൂടെ അത് തുടരുകയാണ്. തിരുസഭയ്ക്ക് ദൗത്യം നൽകിയിട്ടുണ്ട്. എല്ലാവരോടും സുവിശേഷം പറയുക, എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ നോക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈശോ പാരമ്പര്യവാദിയാണോ പുരോഗമനവാദിയാണോ എന്ന് ചോദിച്ചാൽ അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും, ഈശോ പാരമ്പര്യങ്ങളെ വിശുദ്ധീകരിച്ച പുരോഗമനവാദിയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് സാബത്തിൽ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളതായ പാരമ്പര്യമുണ്ട്. പക്ഷേ സിനഗോഗിൽ ഈശോ സാബത്തിൽ പ്രസംഗിക്കാനായിട്ട് വന്നപ്പോൾ അവിടെയുള്ള രോഗികൾക്ക് സൗഖ്യം കൊടുത്തു. അതിലൂടെ ഈശോ പഠിപ്പിക്കുകയാണ്, എന്താ സാബത്താചരണം ഉണ്ടായിരിക്കണം, സാബത്താചരിക്കണം, ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആ ദിവസത്തെ മാറ്റിവെക്കണം. പക്ഷേ ശുശ്രൂഷ ചെയ്യണം, മനുഷ്യന് നന്മ ചെയ്യണം. അത് വിപ്ലവപരമായ പുരോഗമനപരമായ ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇന്നത്തെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ പരമ്പരാഗതമായി ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദേവാലയത്തിലേക്ക് വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ ചൈതന്യം പ്രഘോഷിച്ചുകൊണ്ട് ശുശ്രൂഷകരായിട്ട് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ, നന്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ വലിയ മഹാത്ഭുതങ്ങൾ നടക്കുമായിരുന്നു. ഞായറാഴ്ച ആചരണം എന്ന് പറയുമ്പോൾ പലർക്കും എങ്ങനെയെങ്കിലും ഒരു മണിക്കൂറിൻ്റെ ആ കുർബാന ഒന്ന് കണ്ടാൽ മതി, കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ തീർന്നു. പക്ഷേ ഈശോ പറഞ്ഞതല്ല, ദൈവത്തെ ആരാധിക്കണം, മഹത്വപ്പെടുത്തണം. അത് അന്നത്തെ ഭാഷയിൽ സിനഗോഗ് ശുശ്രൂഷയായിരുന്നു. അതോടൊപ്പം രോഗശാന്തി കൊടുക്കുക, അത്ഭുതങ്ങൾ കൊടുക്കുക. അപ്പോൾ അത് ഇന്നത്തെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സാബത്ത് ആചരണത്തെ കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ ദിവസമായ ഞായറാഴ്ചയാക്കി കണ്ടുകൊണ്ട് ആരാധനയിൽ പങ്കെടുക്കുക, തുടർന്ന് ആ ദിവസം ദൈവത്തിനായിട്ട് മാറ്റിവെക്കുന്നതിൻ്റെ പ്രകടമായിട്ട് ശുശ്രൂഷകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, സമൂഹത്തിന് നന്മ ചെയ്യാൻ സാധിക്കുന്ന ശുശ്രൂഷകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അത് മഹാത്ഭുതങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഈശോ പുരോഗമനവാദിയായ പാരമ്പര്യവാദിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോയുടെ മാതൃക നമുക്ക് സ്വീകരിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ വ്യക്തി ജീവിതത്തിലെ, നമ്മുടെ കുടുംബ ജീവിതത്തിലെ, നമ്മുടെ സമൂഹ ജീവിതത്തിലെ, നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലെ പാരമ്പര്യങ്ങളിലെ തെറ്റായ കാര്യങ്ങൾ തിരുത്തിക്കൊണ്ട് പുരോഗമനപരമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ.